ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എന്നാൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും പുലാവിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു കോട്ടിംഗ് ആവും. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ കടായിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. നല്ലെണ്ണ, വെളിച്ചെണ്ണ, റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഇവിടെ എനിക്ക് ആവശ്യമുള്ള എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക, ഒരു ലീഫ് ഇടുക, ഒരു പട്ടയില ഇടുക. അപ്പോൾ ചെറിയ ജീരകം നിങ്ങൾക്ക് അളവ് കുറയ്ക്കണമെങ്കിൽ 1/4 ടീസ്പൂൺ ആയാലും മതി. പക്ഷേ ഇത് ഇങ്ങനെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 സവാള ചേർക്കുക, 2 വലിയ സവാള കേട്ടോ. പിന്നെ പച്ചമുളക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ല ഇങ്ങനെ കാരമലൈസായിട്ട് നല്ല ബ്രൗൺ ആവണം. അപ്പോഴാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റണം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. ഇപ്പോൾ അത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട്, ഇത് അധികം ആവണ്ട, ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് ചേർക്കാം, രണ്ടും കൂടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് എരിവിനനുസരിച്ച് ചേർക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ട് ചേർക്കുക. കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി. ഇപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ആ റോ ടേസ്റ്റ്, ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാല നല്ല മൂത്ത മണം വരണം. ഇതിലേക്ക് ഇനി ഒരു 2 വലിയ തക്കാളി പേസ്റ്റാക്കിയത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നിങ്ങൾക്ക് എപ്പോഴും ഉള്ളിയുടെ അതേ അളവാണ് ഞാൻ തക്കാളി എടുത്തിരിക്കുന്നത്. 2 വലിയ സവാള വെച്ചാൽ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നപ്പോൾ ഈ തക്കാളി അങ്ങനെ ഭയങ്കര കുറേ പുളിയുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളിക്ക് ഇനിയിപ്പോൾ പുളി കൂടുതലാണെങ്കിൽ തക്കാളിയുടെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളി ഇങ്ങനെ വല്ലാതെ പുളി കൂടി പോകണ്ട. അപ്പോൾ ഞാനിവിടെ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടിയും ആവശ്യത്തിനുള്ളതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലൊരു ലേശം പഞ്ചസാര, തക്കാളിയുടെ പുളി ക്രമീകരിക്കാൻ ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ പുളി, തക്കാളിയുടെ പുളി ഒന്ന് ക്രമീകരിക്കാൻ, അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. ഞാൻ പൊതുവേ തക്കാളി ഇട്ട കറികളിൽ ഒരു നുള്ളു പഞ്ചസാര ചേർക്കാറുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് എണ്ണ ഒന്ന് തെളിയണം. തക്കാളി വെന്തിട്ട് എണ്ണ തെളിയട്ടെ. ഇപ്പോൾ ഇതാ തക്കാളി വെന്തിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല എണ്ണ തെളിഞ്ഞ് ആ റോ ടേസ്റ്റൊക്കെ മാറി നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു സംഭവം അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം നല്ല ഒഴിച്ചെടുക്കുക. കുറേ ഗ്രേവി ആയിരിക്കില്ല, ഇത് നല്ല കുറുകിയിട്ടുള്ള ഗ്രേവി ആകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ഒരുവിധം വെള്ളം ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനൊന്ന് എണ്ണ തെളിയണം.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കസൂരി മെത്തി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് കസൂരി മെത്തി കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. മല്ലിയില ചേർക്കുന്നുണ്ട് ലാസ്റ്റ്, അപ്പോൾ അതായാലും മതി. ഇതിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞിട്ട് അതിൻ്റെ ശേഷം തെളിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ഗരം മസാല ചേർത്തത് കേട്ടോ. ആ ഗരം മസാലയും കൂടിയും ചേർത്തിട്ട്, ഗരം മസാല ചേർത്താൽ പിന്നെ കുറേ നേരം കുക്ക് ചെയ്യരുത്, 1-2 മിനിറ്റിലും കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവസാനമാണ് ഞാൻ ഗരം മസാല ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ കസൂരി മേത്തിയുടെ ഫ്ലേവറൊക്കെ അതിലേക്കൊന്ന് നന്നായിട്ട് വരും അടച്ചു വെച്ച് വേവിക്കുമ്പോൾ. കസൂരി മേത്തി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിന്ന് ഞാൻ കുറച്ച് കറി മാറ്റി വയ്ക്കുകയാണ്. മുട്ട കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കറി ഞാൻ കുറച്ച്, ഇപ്പോൾ നമ്മളിവിടെ മുട്ട കഴിക്കാത്തവരുണ്ട്, അപ്പോൾ ആ കറി കുറച്ച് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ബാക്കി കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ ആ കറി ആയാലും അത് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ 3 മുട്ടയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 മുട്ട ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 1 മുട്ട ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ആ മഞ്ഞക്കരും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ഇതിലേക്ക് ഇങ്ങോട്ട് ചേർക്കുക. നമ്മൾ ഗ്രേറ്റർ ഇല്ലേ അതിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക്, മുട്ട കഴിക്കുന്ന ആൾക്കാർക്ക് ഈ കറിക്ക് കുറച്ചും കൂടി രുചി കൂടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കറി നന്നായിട്ട് കൊഴുപ്പോട് കൂടിയിട്ട് ഇരിക്കുകയും ചെയ്യും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, മുട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആ മുട്ടയും കൂടി നമ്മൾ വറുത്ത് വെച്ച ആ മുട്ടയും കൂടിയും ചേർത്തിട്ട് വേണമെങ്കിൽ 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കണ്ടില്ലേ, അപ്പോൾ ആ എണ്ണയൊക്കെ മീതൊന്ന് തെളിഞ്ഞിട്ട് നല്ല പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ. പിന്നെ ഞാനൊരു ടിപ്പ് പറയാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗ്രേറ്റർ ഇല്ല, ഗ്രേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ മഞ്ഞക്കുരു നന്നായിട്ട് പൊടിച്ചിട്ട് ആദ്യം ആ മസാല വഴറ്റുമ്പോൾ അതിൽ ചേർക്കുക. എന്നിട്ട് ആ വെള്ളം ഉണ്ടല്ലോ മുട്ടയുടെ വൈറ്റ് പോർഷൻ, അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലങ്ങോട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. അവസാനം കുറച്ച് മല്ലിയിലേക്ക് വിതറുക. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി അടിപൊളി മുട്ടക്കറി റെഡിയായി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.